ഇവിടെ ഇരുന്ന തിരിഞ്ഞായിരിക്കും അപ്പുറത്തോട്ട് ആ കഴിഞ്ഞ വർഷത്തെ കണക്ക് വരവ് ചെലവ് കണക്കും ലാഭവും നഷ്ടവും ഒരു 10% എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേ നഷ്ടമാണോ ലാഭമാണോ അതോ ഇടണ്ട ആള് പോയി Hello. Yes, testing. വിളിക്ക് അവരോട് വിളിക്ക് ആ വരാൻ ഞാൻ മണിക്കൂർ വാ വണ്ടി വാ ഹലോ. കഴിഞ്ഞ നമ്മുടെ ഗെറ്റുവിന് ശേഷം ഒരു മരണം നമ്മുടെ ജസ്റ്റ് ജൂനിയറാണ് അനില. അതിന് ഒരുപാട് പേര് അത് അറ്റൻഡ് ചെയ്തു. എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഒരു അകാല മരണം തന്നെ പറയാം. പെട്ടെന്ന് സംഭവമില്ലാതായി. വാർത്തകളെല്ലാം കണ്ടിരുന്നു. ഒരു നിമിഷം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അനുസ്മരണം. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ട് ഇന്ന് വന്ന നമ്മുടെ ഷൈനി, നമ്മുടെ സഹധർമ്മിണിയാണ്. മകനെ സഹിതം വിളിച്ചിട്ട് മകന് അസൗകര്യമുള്ളതുകൊണ്ട് വന്നില്ല. അതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ജോർജ് ബി ടൈറ്റസിന്റെ വൈഫിന്റെ കൂടെ പഠിച്ചതാണ്. അവർ തമ്മിൽ സുഹൃത്തുക്കളുമാണ്, ഒരേ നാട്ടുകാരാണ്. സന്തോഷം മരിക്കുന്നതിന് മുമ്പ് ടൈറ്റസും ഞാനും ഭാര്യയും കൂടെ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവരതിന് ബന്ധമുണ്ട്. എന്തായാലും ഞാൻ ഷൈനിയോട് പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ ഷൈനിയെ വിളിക്കും എന്ന് വരണമെന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ട് കാര്യങ്ങളുള്ളൂ പുതിയതായിട്ട് പറയാൻ. ബാക്കി മൈക്ക് ഓവർ ടു പഠിക്കണം. ബാക്കി നമ്മുടെ
ഒരു ഹലോ പറഞ്ഞേ. ഹലോ. മതിയോ? അഖിലാശീതരും സാഗരമാണ് ആകാശഗോപുരം പൊന്മണി വീണയായി അഖിലാശീതരും സാഗരമാണ് ഉദയരഥങ്ങൾ തേടി വീണ്ടും മരുതകരാഗ സീമയും സ്വർണ്ണപ്പറവപാരി നിറമേഘച്ചോലയും വർണ്ണക്കൊടികളാടി തളിരോലപ്പൊയ്കയിൽ ആകാശഗോപുരം പൊന്മണി വീണയായി സ്വപ്നാരണ്യമാകെ കളമെഴുതുനി എന്നലിൽ നിഴലാടുന്ന കപട കേറിയൊരു നാടകം സ്വപ്നാരണ്യമാകെ കളമെഴുതുനി എന്നലിൽ നിഴലാടുന്ന കപട കേറിയൊരു നാടകം വെൺമുകിലുകൾ പൂച്ചിറകിലും വെൺമുകിലുകൾ മനതാരിലും ആകാശഗോപുരം പൊന്മണി നീളയായി അഭിലാഷഗീതകം സാഗരമായി ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാസീമയും സ്വർണ്ണപ്പറവപാരി നിറമേഘച്ചോലയും വർണ്ണക്കൊടികളാടി തളിരോലപ്പൊയ്കയിൽ ആകാശഗോപുരം പൊന്മണി നീളയായി. നമ്മൾ ഉച്ചയ്ക്ക് സംസാരിച്ചതാണ്. ആ എല്ലാ ഈവനിങ് മാസം മുമ്പ് ഓരോരുത്തരുടെ വീട്ടിൽ കൂടുക. നമ്മൾ ഓർഡർ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തുകാരും കേരളക്കാരും ചേർന്ന് ഒരു പ്രോഗ്രാം ആവുന്നില്ല. വേണ്ടതാണോ? അല്ല അങ്ങനെയാണെങ്കിൽ തെന്മല ഏതങ്ങ് പ്ലാൻ ചെയ്താലോ? ഓക്കെ ഫൈൻ. ഞങ്ങൾക്ക് വേണ്ടവരുണ്ട്, മറിയാമ്മയുണ്ട്, മാത്തക്കുട്ടിയുണ്ട്, സുനിതയുണ്ട്, സുനിതയുണ്ട്, സജി സജി സാഹിബുണ്ട്, ഞങ്ങളും ഉണ്ട്. ആ ഞങ്ങൾ തിരുവനന്തപുരംകാരാണ്. ആ അവര് കാര്യം അറിയോ? അതാ നല്ലത്. ഉണ്ട്. ആ ഞങ്ങൾ 5 പേർക്കാണ് സ്പോൺസർ ചെയ്യാം ആ പ്രോഗ്രാം. എന്ത് ചെയ്യുന്നു? കൈയടിച്ച് പാസ്സാക്കി. ആ സ്ഥലമൊക്കെ തീരുമാനിച്ചോണ്ടാ മതി. അപ്പൊ അല്ല തെന്മലയാണേ മാറും. ഊട്ടി പോയി ചട്ടിയാവും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കല്ലേ ഇവിടെ ആണെങ്കിലും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ഒരു 150 കിലോമീറ്റർ നിങ്ങൾ 5 പേരൂടെ തീരുമാനിച്ച് പറ, ഞങ്ങൾ റെഡിയാ. അല്ലേ? ഊട്ടി ആണെങ്കിൽ ഊട്ടി, ചട്ടിയാണ് ചട്ടിയാണ്. നമുക്ക് ഇവിടുന്ന് ആയിക്കോട്ടെ. അല്ലെന്നേ ഗോത്ര അവരുടെ സുഹൃത്തുക്കളൊന്നും അവർക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ അല്ല പോസ്റ്റ് അങ്ങനെ വിട്ടു കൊടുക്കണ്ട. ഇത് ഒരു മാസം ഏത് മാസം ഏറ്റവും അല്ല ഇപ്പം സുനിത മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത. ഫാമിലിയില്ല. ആ അവരിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് പറഞ്ഞാലും അവർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും. നിങ്ങൾ 4 പേർക്കും കൂടെ സമ്മതമായിട്ടുള്ള ഒരു ഡേറ്റ് പറ. മാസം തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ചോളം 5-നും 25 കളിക്കുന്ന ഏത് മാസം? ഏത് മാസം അത് 5-നും 25 നടക്കുന്ന ദിവസം. അല്ല ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അതായിക്കോട്ടെ. എന്താ പറയുന്നു സജി? മാറ്റുന്നത് ഏപ്രിലോ
ഏപ്രിലായിരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ അവധിയുണ്ട്. ഏപ്രിലായിരിക്കുന്നുണ്ട്. മാർച്ചിലാണെങ്കിൽ നല്ലൊരു അവസരമുണ്ട്, ഞങ്ങൾ കാണത്തില്ല. നീ വേണം അല്ല അലമ്പാവത്തില്ല. ഇല്ല, അവിടെ ഏപ്രിലായിരിക്കും. ഏപ്രിൽ അവസാനം പകുതിക്കും. അതിനിടയ്ക്ക് വേറെ വീട്ടിലൊക്കെ വരുമല്ലോ. നമുക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണല്ലോ. ഈസ്റ്റർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മതിയോ? മോൻ പോകുന്നു പറഞ്ഞു. അല്ല, ഏപ്രിൽ മതിയോ ഇനി? ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ആയിക്കോട്ടെ. മഴ നല്ല മെയ് ആയിക്കോട്ടെ. ഏപ്രിൽ വേറെ ഇതുണ്ട്, ഞങ്ങളെ ഫോണെടുത്ത് പോകണം. ഓ, മെയ്. സന്തോഷേ, മെയ് ഓക്കെ എല്ലാവർക്കും. ഞങ്ങളൊരു പ്ലാൻ ഇട്ടായിരുന്നു. ഇപ്പം നിങ്ങളുടേത് കൂടാതെ നമ്മുടെ ഈ റെഗുലറായിട്ട് അടുത്തുള്ളവർ, ഈ ഒരു സർക്കിളിലുള്ളവർ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുക. സന്തോഷമാണ് അങ്ങേറ്റം. സന്തോഷം റെഡിയാണ് തുടങ്ങാനായിട്ട്. അത് കഴിഞ്ഞ് ഉണ്ണിയോട് ചോദിച്ചപ്പോൾ ഉണ്ണി റെഡിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനാണ്. അപ്പം അത് കഴിഞ്ഞ് സുരേഷാണ് വരുന്നത്. അത് കഴിഞ്ഞ് സാധ്യത മിനിമം 2 മാസം മിനിമം. ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ സന്തോഷം എന്താ പറയുന്നത്? സന്തോഷം മാർച്ച് റെഡിയാണോ? 12-ാം തീയതി എന്നെ നോക്കണ്ട. ആരാ 100% ആളുടെയും കൂടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏപ്രിൽ അത് ഡേറ്റ് 23 എന്നുള്ളത് ചിലപ്പോൾ 1 2 ചിലപ്പോൾ അവരുടെ സൗകര്യം. ഫെബ്രുവരി 23 കൈയടിച്ച് പാസ്സാക്കി അല്ലേ എല്ലാവരും? ആ, കണ്ടോ? ഏപ്രിൽ നിങ്ങൾ ഏറ്റുക. അന്ന് തീരുമാനിക്കും. അടുത്തത് ഉണ്ണിയാണ്. അന്ന് തീരുമാനിക്കും ഉണ്ണിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഉണ്ണിയുടെ അവിടെ നടത്തുമ്പോൾ തീരുമാനിക്കാൻ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഓരോ വീഡിയോ എടുക്കാൻ പറ്റും. അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കും. ഒരു ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. ഇങ്ങോട്ട് പല നമ്പർ വിളിക്കും. പക്ഷെ അതിനകത്ത് നമുക്ക് ആദ്യത്തെ 5 നമ്പർ കിട്ടുവാണെങ്കിൽ അതിനൊരു പ്രൈസ് ഉണ്ട്. അപ്പോൾ അത് നമ്പർ കിട്ടുമ്പോൾ അത് പറയുക. പിന്നെ ഫസ്റ്റ് ലൈൻ, ആദ്യത്തെ ലൈൻ കംപ്ലീറ്റ് നമ്പർ കിട്ടണം. സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, അങ്ങനെ 3 ലൈന്. പിന്നെ താഴോട്ട് നോക്കിക്കുക, കോളം 1 2 3 1 2 3 അങ്ങനെ 9 കോളമുണ്ട്. ആദ്യത്തെ 3 കോളം അത് 2 and 7 27. 2 and 7 27. 3 and 1 31. 3 and 1 33. 33. Fifty-one, 61, 60, 67. Number 11. 18, 33, 67, 71.
45, 60, 78, 22, 46, 61, 71. Now we are playing for the bottom line. Bronze, silver and gold and bronze. Bronze എന്ന് പറയാം. Bronze പറയാം. 7, 10, 16, 23, bottom line 7, 16, 46, 68, 77. ഒരു കിലോ ഗോൾഡ് അല്ല ആദ്യത്തെ 3 ഓണം മുന്നത്തെ 3 ഓണം നാലാമത്തെ ഓണത്തിലുള്ളോ അഞ്ചാമത്തെ ഓണം അല്ല ആദ്യത്തെ 3 ഓണം നോക്കുകയാണെങ്കിൽ ബ്രോൺസ് അടുത്തത് സിൽവർ 3 സെക്ഷനായിട്ടാണ് 9 4 and 7, 47. 4 and 7, 47. 4 and 7, 47. 4 and 1, 41. 4 and 1, 41. ഗോൾഡ് 63, 73, 78, 83, 88. ജൽദി ഫൈവ് ആരൊക്കെയാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണം ദയവായി. ഒരു 5,000 രൂപ കൗണ്ടറിൽ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് വരിക. ഫുൾ ഹൗസിന് 50,000 രൂപ മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ. സുഖ പേടിച്ച് നോക്കുന്നുണ്ട് കളിക്കാത്ത കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അതാ സുഖ ഇപ്പൊ 50,000 ചെക്ക് എഴുതി തന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ അജിത ചോദിക്കുന്നു ഇഡലിയാണോ. അതാ വീണെ കൊണ്ട് കൊടുപ്പിക്കും. വീണയ്ക്കൊരു പണി തരാമെന്ന് പറഞ്ഞു. അല്ലെ സന്തോഷം കൂടെ അങ്ങോട്ട് കൊടുക്കുമ്പോളെ അല്ലേ ജൽദി ഫൈ ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. ജൽദി ഫൈ ശൈലജ വേണുഗോപാൽ ആൻഡ് ഉണ്ണികൃഷ്ണൻ. അടുത്തത് ഫസ്റ്റ് ലൈൻ
ഫസ്റ്റ് ലൈൻ ഷൈനി സജി, രണ്ടുപേരുടെ വന്നാളരുത്. ഓ, ഒരു കയ്യടിയൊക്കെ കൂടെ ചുമ്മാ. ഇനി മിഡിൽ ലൈൻ. ആ ആ, ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് കൂടെ കിട്ടിയോ? അടുത്തത് ബോട്ടം ലൈൻ. അത് നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ആണോ? ആ, ഉണ്ണി 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 മോനെ എല്ലാം കൊണ്ടുപോവാ. സ്വർണ്ണ തളിയായിരുന്നു. ഇനി സിൽവർ, ബ്രോൺസ് ഉണ്ട്. ബ്രോൺസ് ബ്രോൺസ് ആ, മോളെ കൊടുക്കും. ബ്രോൺസ്. ഓ, ആ, അടുത്തത് സിൽവർ. മോനും സിൽവർ, സിൽവർ ആക്കാം. ആ, സിൽവർ വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചു. ആ, ഓ, ആ ആ ആ ആ, അടുത്തത് ഫുൾ ഹൗസ്. ഫുൾ ഹൗസും എന്റെ ദൈവമേ കൊടുക്കണം. ആ, ഇനി അനൗൺസ് ചെയ്തവരുള്ള പൈസ അടുത്തത്. കയ്യടി അടിച്ച്. ആ, Come give me something I can feel. Oh, don't you want me like I want you? Baby, don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the apathy, 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 hold on, come away. Yeah, 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 I'm on my way. Hold on, I'm on my way. Yeah, 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 I'm on my way. Don't you want me like I want you? Baby, don't you need me like I need you now? Sleep tomorrow, but tonight go crazy. All you gotta do is just meet me at the apathy, 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 apathy,
കന്യകം കരിമ്പു കൊണ്ട് രവിയുടെ കൂടിയിലെ പങ്കായം കൊണ്ടുകൊണ്ട് അമരം പഴുതുകൊണ്ട് കന്യകം കരിമ്പു കൊണ്ട് മനസ്സമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ മധുരപ്പതിനേഴുകാരി വിരുന്നുകാരി മനസ്സമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ മധുരപ്പതിനേഴുകാരി വിരുന്നുകാരി കരിമ്പിന്റെ നാട്ടിലെ കല്യാണ വീട്ടിലെ കളിച്ചിരി മാറാത്ത കാട്ടുതത്തയാണ് നീ. കരിമ്പിന്റെ നാട്ടിലെ കല്യാണ വീട്ടിലെ കളിച്ചിരി മാറാത്ത കാട്ടുതത്തയാണ് നീ. ബുദ്ധി നടക്കും പാവളം കിളിയല്ല ഞാൻ. മനസ്സമ്മതം തന്നാട്ടെ മധുരം കേളി തന്നാട്ടെ മധുരപ്പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി കണ്ണാടിക്കൂട്ടിനുള്ളിൽ കണ്ണുറിഞ്ഞു നിന്നു നീ ഇരുകിരെ മേലാകെ കുളിര് കോരി തന്നു നീ കണ്ണാടിക്കൂട്ടിനുള്ളിൽ കണ്ണുറിഞ്ഞു നിന്നു നീ ഇരുകിരെ മേലാകെ കുളിര് കോരി തന്നു നീ നമ്മൾ കാണാത്ത പൊൻകിനാവുകളില്ല. മനസ്സമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ മധുരപ്പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി മനസ്സമ്മതം തന്നാട്ടെ മധുരം കിള്ളി തന്നാട്ടെ മനസ്സിന്റെ പന്തലിലെ വിരുന്നുകാരാ വിരുന്നുകാരാ. ബ്രഹ്മദാന
കടലത്തരമതിലും മതിലെല്ലാം മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തോളി കണ്ണും കളിയൂഞ്ഞാലാടും നീടനാഴിയ മതിയാവിൽ ഒരു നാളിലും ഈ നല്ലൊരു നേരം ഇനി ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കളയും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും പോണോരെ കാണാപ്പുള്ളിന് പോണോരെ പള്ളിയിലെങ്ങനെ പോണോരെ കാണാപ്പുള്ളിന് പോണോരെ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും കരിവേറയെ പോയി വരുമ്പോൾ എന്തുകൊണ്ട് വരും 14-ാം രാവിലെ പാലാഴിപ്പിലയിലെ മത്സ്യകന്യമാരുടെ മാണിക്യക്കല്ലുതരമോ പോയാൽ സമാധാനം പോകും. പോയാൽ സമാധാനം പോകും. തലയില്ല കോഴി മലയിൽ കയറി പോക്കി എന്താണ്? തലയില്ല കോഴി മലയിൽ കയറി പോക്കി എന്താണ്? തോക്ക്. അഞ്ചക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. എൻ്റെ ആദ്യത്തെ രണ്ടക്ഷരവും ഒന്നാണ്. ഞാൻ നടുക്കാണ്. എൻ്റെ അടുത്തുള്ള അക്ഷരങ്ങൾ തുടക്കക്കാർക്ക് അത്യാവശ്യമാണ്. ഞാൻ പലരെയും കരയിപ്പിക്കും. ആരാണ് ഞാൻ? അഞ്ചക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. എൻ്റെ ആദ്യത്തെ രണ്ടക്ഷരവും ഒന്നാണ്. അത് അല്ലാതെ തെറ്റാണ് സത്യം പറഞ്ഞു. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഉത്തരം തെറ്റാണ്. അവിടെയാണ് കറക്റ്റ് ആൻസർ. ഉടുതുണി ഇല്ലാത്തവൻ കുടയും ചൂടി നിൽക്കുന്നു. ഉടുതുണി ഇല്ലാത്തവൻ കുടയും ചൂടി നിൽക്കുന്നു. ഉണ്ടാക്കുമ്പോൾ ഇത് ആവശ്യമാണ്, ഉപയോഗിക്കുമ്പോൾ അനാവശ്യമാണ്. എന്താണ്? ഒരു നിറത്തിന്റെ പേര്, ഒരു വളർത്തുമൃഗത്തിന്റെ പേര്. ഇത് രണ്ടും ചേർന്നാൽ സംരക്ഷണത്തിനായി ഉപയോഗിക്കും. എന്താണ്? ഒരു നിറത്തിന്റെ പേര്, ഒരു വളർത്തുമൃഗത്തിന്റെ പേര്. ഇത് രണ്ടും ചേർന്നാൽ സംരക്ഷണത്തിനായി ഉപയോഗിക്കും. എന്താണ്?
കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ക്ഷണം എന്താണ്? ഒരാൾ ഉത്തരവാദിത്വം കേൾക്കാൻ ലീഡർഷിപ്പിലാണ് എല്ലാ ക്ലബിനായാലും ഇത്രയായാലും ഒരു പ്രസിഡന്റ് നമുക്ക് ഒത്തിരി സ്ഥാനങ്ങളൊന്നും വേണ്ട. ഒരു പ്രസിഡന്റ്, ഒരു ലീഡറും ഒരു ട്രഷറും അതെ ഈ ഫണ്ട് വരുന്നുണ്ട് അത് കൈകാര്യം ചെയ്യാൻ ചാടുള്ളൂ. അപ്പോൾ ആരാണ് കണ്ടറിയാവുന്ന ആൾ തന്നെ. കണക്കറിയാവുന്ന ആൾ കണക്കറിയാൻ പറ്റും, കണ്ടറിയാൻ പറ്റും. ഒരു വർഷത്തേക്ക് ഞാൻ സെക്കൻഡ് ഓക്കെ എന്താ ജോലി? ഇത്രയും പങ്കിട്ട് ഇതുപോലെ വല്ലപ്പോഴൊക്കെ വാട്സപ്പിൽ ഒഴിയടിക്കുക. നന്ദിയുടെ ഒരു വാക്ക്. നന്ദിക്ക് 2 വാക്കുണ്ട്, 2 അക്ഷരമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന ഷൈനിക്ക് നന്ദി പറയുന്നു. സന്തോഷിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യം, സന്തോഷിനെ നമുക്ക് മറക്കാൻ ഓർക്കുകയല്ല, നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ ഒരു എന്തുവാ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു സഹോദരനായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ എപ്പോഴും പറയും. കാര്യം ഞാൻ സന്തോഷിനെ ഓർക്കുന്നുണ്ട്, നമ്മുടെ ശ്രീകണ്ഠൻ നായരെ ഓർമ്മ വരുന്നത് 24 ചാനലിൽ അതുപോലെ ആക്റ്റീവായിരുന്നു. ആ അതാ അത്ര നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ വന്ന ഓരോരുത്തർക്കും അജിത്തിന്റെ പേരിൽ ഞാനിത് നന്ദി പറയാം. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വേളയിൽ കൊണ്ട് റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 8 മണിക്ക് വന്നാൽ അതും ഇവിടെ റെഡിയാന്ന് പറഞ്ഞു. നമുക്ക് വെൽക്കം ഡ്രിങ്ക് തൊട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നമ്മുടെ ഒരു ദിവസം എല്ലാ ഡ്രിങ്ക്സും എനിക്ക് അവസരം നഷ്ടപ്പെട്ടു പോയതാണ്. അന്നെന്റെ കിട്ടിയ ഒരു കോച്ച് അത് മൂത്തൊരു മൂത്തോന്നായില്ലേ. ആ അപ്പം
അജിത്തിനോടും വീണയോടും മക്കളോടും കൊച്ചുമോളോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് ഒരു clap തരിക. അതെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അഭിനന്ദിക്കേണ്ടത് വീണയാണ്. കാര്യം അറിയാം, നമ്മുടെ എല്ലാം ബലം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയാണ്. ഇതൊക്കെ തമാശ. അതിന് നമ്മളെല്ലാവരോടും ഈ പറഞ്ഞ എൻജോയ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഒരു അവസരങ്ങൾ ദൈവം നമുക്ക് ആരോഗ്യമായിട്ട് തരട്ടെ. കൂട്ടത്തിൽ നമുക്ക് ഇന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു നഷ്ടമാണ് നമ്മുടെ സാബു. നമ്മുടെ കൂട്ടത്തിന് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു മെമ്പറാണ്. ഞാൻ ഇന്നലെയും സാജനെയും വിളിച്ച് ചോദിച്ചു എങ്ങനെയെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പുള്ളിയെ എന്തെങ്കിലും ഒരു ദിവസം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വൈകിട്ടത്തെ ഒരു ഡിന്നറിനുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് സംഘടിപ്പിച്ച് നമുക്ക് അവരുടെ അടുത്ത് പോയിരുന്ന് നമുക്ക് പുള്ളിയുടെ കൂടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ എൻ്റെ നന്ദി, നമസ്കാരം അജിത്തിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലും ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു. ഈ ഔട്ട് ഗോയിങ് കൺവീനിയറിന് ഒരു നോട്ടുമാല ഇട്ടാരെങ്കിലും സ്വീകരിക്കുന്നതാണ്. അത് അടുത്ത പ്രസിഡന്റായിട്ട് അജിത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രശ്നമായിട്ട് നമ്മുടെ സാജൻ പി കെ ഞാനും പറഞ്ഞു. അതാ സാജൻ പി കെ എൻഫിൽ മാറ്റുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ സാജനും അജിത്തും നമ്മുടെ ഒരു വർഷം നമ്മളെ നയിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും വേണ്ട സഹായ സഹകരണങ്ങൾ കൂടെ നിന്ന് ചെയ്തു കൊടുക്കും. ഞാൻ കൂടെ ഉണ്ട്, നിങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.